നിങ്ങളെ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ ചാനലിൽ അംഗങ്ങളാവുക. നമ്മളിവിടെ ചെറിയൊരു മന്ത്രം തരുന്നുണ്ട്. ഇവിടുത്തെ നെഗറ്റീവ് എനർജി, ഇത് കാണാൻ വരുന്നവരുടെ എല്ലാ നെഗറ്റീവ് എനർജിയും പോയി നിങ്ങൾക്ക് കാര്യസാധ്യം ഉണ്ടാവാനാണ്. അപ്പോൾ എൻ്റെ കാര്യം നടക്കണം എന്ന് പ്രാർത്ഥിച്ച് മാത്രം ആ മന്ത്രം കേൾക്കുക. മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഇവിടെ പൂജയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ലവ് മെസ്സേജിലേക്ക് പോവാം. മറ്റൊന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ജാതി, മതം, വയസ്സ്, ബന്ധം ഒന്നും ചോദിക്കുന്നില്ല. നിങ്ങൾ ആരെയോ പ്രണയിക്കുന്നു ആത്മാർത്ഥമായി. അവർക്ക് തിരിച്ചും അങ്ങനെയാണോ, അതോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ മാത്രം കാര്യമാവണം എന്നില്ല. ഇവിടെ പബ്ലിക് റീഡിംഗ് ആണ്. നിങ്ങളുടെ മാത്രം കാര്യം അറിയാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. പരിഹാരം വേണമെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ സമീപിക്കുക. ഇനി നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിലൂടെ ഒന്ന് സബ് ചെയ്യുക. 2 പെൻറ്റക്കിളാണ് ആദ്യത്തെ കാർഡ്. ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. എപ്പോഴും വന്ന് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. 4 വാണ്ടാണ്. കുടുംബമുള്ളവരായിരിക്കണം. ഡെത്താണ്. ചില സമയത്തൊക്കെ എൻഡാവുന്നുണ്ട്. ഓൺ ആൻഡ് ഓഫ് ബന്ധം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. സണ്ണ് വന്നു, എന്നാൽ എല്ലാം ഓക്കെ ആവും എന്നാണ് പറയുന്നത്. കിങ് വാണ്ട് വന്നു. കുറച്ച് കബളിപ്പിക്കുന്ന തരം സ്വഭാവമായിരിക്കണം. എന്നാൽ അതിന് മജിഷ്യൻ വന്നു. അപ്പോൾ ഡെത്തിന് സണ്ണ് വന്നു, കിങ് വാണ്ടിന് മജിഷ്യൻ വന്നു, ലിബ്ര വന്നു. ഇനി അതിനെന്താ വരിക നോക്കുക. ഓറിയോൺ വന്നു. ആർട്ടമിസ്, വേട്ടക്കാരൻ അല്ലെങ്കിൽ വേട്ടക്കാരി ആരുമാവാം. 4 ഓഫ് പെൻറ്റക്കിൾ വന്നു. ഇവിടെ വേട്ടക്കാരിയാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നു. നിങ്ങളുടെ ലൈഫിൽ ആരാണെന്ന് അറിയില്ല. 3 കപ്പ് വന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ സ്പ്രെഡ്. ഭരണി, പൂരം, പൂരാടം, കാർത്തിക, ഉത്രം, ഉത്രാടം, വിശാഖം, അനിഴം, പൂരുരുട്ടാതി. 1, 2, 3, 4 3 തവണ വന്നതുകൊണ്ട് തന്നെ അമ്മ പ്രശ്നമുണ്ടാക്കുന്ന ഏതൊരു ബന്ധമുണ്ട്. അമ്മയമ്മയായിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അയാളുടെ അമ്മയായിരിക്കാം. ഇപ്പം ആയിട്ടില്ല, അതുപോലെയാവാം. 19, 13 വന്നു. 1 വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 1 2 തവണ വന്നിട്ടുണ്ട്. 4 തവണ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്പറുകൾ. നിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കുക. ഓം ശിവായ ഗൗരി വദനാരവിന്ദ സൂര്യായ ദക്ഷാധുരനാശനായ ശ്രീനീലകണ്ഠായ വൃഷധ്വജായ തസ്മൈ ശികാരായ നമഃ ശിവായ. ഇവിടെ നിങ്ങൾ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കാൻ കാരണം. ശ്രീപാർവതിയുടെ മുഖമാകുന്ന താമരയ്ക്ക് സൂര്യനാണ് ശിവൻ എന്നാണ് പറയുന്നത്. ഇവിടെ പ്രണയം പൂത്തുലയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രണയം പൂത്തുലയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് പോവാം. സൂര്യകിരണങ്ങളാൽ തലോടുമ്പോഴാണ് താമരപ്പൂക്കൾ വിടരുന്നത്, അതറിയാലോ. ഇനി സാഹിത്യമൊക്കെ കളയുകയാണ്. നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കാർഡ് 2 പെൻറ്റക്കിൾ. ഇരട്ട മുഖമാണ്. ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നിവൃത്തികേടായിരിക്കാം. ഈ 3 കപ്പ് ഇന്നലെ വേറൊരു കാർഡിൽ നിന്നാണ് വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഇനി കിങ് വാണ്ടും വേറൊരു കാർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിങ് വാണ്ടിനെ വില്ലനായിട്ട് തന്നെ വിചാരിക്കാം. പക്ഷേ ഈ വില്ലത്തരൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാരണം ഓറിയോൺ എന്ന് പറഞ്ഞാൽ ഞാൻ ശിവനെക്കുറിച്ച് ഇവിടെ ചൊല്ലാൻ കാരണം രുദ്രൻ്റെ ഒരു അവതാരത്തിന് വേണ്ടിയാണ് ഓറിയോൺ കാണിക്കുന്നത്. അപ്പോൾ ശിവൻ നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ്. ഇവിടെ ഈ അമ്പവില്ല് ഏൽക്കാൻ പോകുന്ന ശത്രുവിനാണ്. 4 വാണ്ട് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചവരായിരിക്കാം. അതാണ് ഈ വില്ലൻ, കിങ് വാണ്ട്. ഭർത്താവോ ഭാര്യയോ വില്ലനായി നിൽക്കുമ്പോഴാണല്ലോ ഈ കിങ് വാണ്ട്, ക്യൂൻ വാണ്ടൊക്കെ വരുന്നത്. ഇനി 4 ഓഫ് പെൻറ്റക്കിളും ഇവരും കൂടി കൂട്ടി വായിക്കുമ്പോൾ, കിങ് വാണ്ട് കൂടി കൂട്ടി വായിക്കുമ്പോൾ നിങ്ങളിൽ ഒരാളെ ശ്വാസം മുട്ടിക്കുന്ന തരം ഒരു നിയന്ത്രണമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് ബന്ധമായി മാറേണ്ടി വരുന്നത്. കൺട്രോൾ ചെയ്തിട്ട് സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞിട്ടേ ശ്വാസം മുട്ടുകയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ ശ്വാസം മുട്ടിക്കുന്ന പ്രണയത്തിലേക്ക് പോവാതിരിക്കുക. ഞാൻ ഇന്നും നിങ്ങൾക്കൊരു ഉപദേശം തരാറുണ്ട്. ആർക്കാണെങ്കിലും ഒരു സ്പേസ് കൊടുക്കുക. നമ്മൾക്ക് നമ്മളിൽ പോലും അധികാരമില്ലെന്ന് ഞാൻ എന്നും പറഞ്ഞു തരാറുണ്ട്. പിന്നെ മറ്റൊരാളിൽ നമുക്ക് അമിതമായ അധികാരമുണ്ടോ? സ്നേഹിക്കാൻ മാത്രമേ പാടൂ, ദേഷിക്കാനാണ് പാടില്ലാത്തത്. അപ്പോൾ നിങ്ങൾ ദേഷിക്കാൻ പോകണ്ട. ദേഷിക്കുക എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് ദേഷ്യത്തോടു കൂടി ഓർക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ പങ്കാളിയോ കൺട്രോൾ ചെയ്യുന്നൊരു കിങ് വാണ്ട് ഉണ്ട്. കിങ് വാണ്ട് ഇന്നും നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. കാരണം അടുത്ത് ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ എൻഡാക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളെ സ്പൈ ചെയ്യുന്ന, നിങ്ങളെ അസൂയ കലർന്ന് പ്രണയിക്കുന്ന, ഇവിടെ പ്രണയമുണ്ട്. കിങ് വാണ്ടിന് കുറച്ച് പ്രണയമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് തന്നെ ഫോർവേഡ്. നിങ്ങൾ കുടുംബമായിരിക്കാൻ കാത്തിരിക്കുന്നവരാവാം, വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്നവരാവാം, സിംഗിൾസ് ആവാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് അച്ഛനായിരിക്കാം അല്ലെങ്കിൽ അമ്മയായിരിക്കാം വില്ലനായി വന്നിട്ടുണ്ടാവുക. അമിതമായി കൺട്രോൾ ചെയ്യുക. അവിടെ ഞാൻ പ്രണയം എന്നുള്ള വാക്ക് വെട്ടുകയാണ്. അമിതമായിട്ട് മക്കളെ കൺട്രോൾ ചെയ്യുന്നൊരു പാരൻ്റ് ഉണ്ട്. ആരുമാവാം. ഇവിടെ അമ്മയാണ് വന്നിരിക്കുന്നത്. ഫോറാണ് പലതവണ വന്നിരിക്കുന്നത്. 4-ാം ഇടം, അമ്മയുടെ ഭാവം. 4-ാം ഭാവം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വീട്, അമ്മ, കുടുംബം, ഇതിനു വേണ്ടിയാണ്. ഇനി കുടുംബം വരുന്നതുകൊണ്ട് അവിടെയുള്ള ആരുമാവാം. അപ്പം നിങ്ങളെ അമിതമായി കൺട്രോൾ ചെയ്യുന്ന ഈ കിങ് വാണ്ട് കുടുംബത്തിലുള്ള ആരെങ്കിലും ആവാം എന്ന് ഞാൻ പറഞ്ഞു. ഇനി പങ്കാളി തന്നെയാണെങ്കിൽ അമിതമായി കൺട്രോൾ ചെയ്യുക മാത്രമല്ല, അവർ ഇത്തിരി പ്രണയിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രണയത്തിനൊരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അസൂയ കലർന്ന പ്രണയമാണ്. ധൃതരാഷ്ട്രാലിംഗനം എന്ന് കേട്ടിട്ടില്ലേ? ഭീമനെ ആലിംഗനം ചെയ്യാൻ വിളിച്ചു അത്രേ ഇയാൾ. അപ്പം ഭീമൻ അറിയാം അയാളെ ആലിംഗനം ചെയ്ത് കൊല്ലുന്നു. കാരണം ആളൊരു ചിമ്മനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വേഗം പകരം ഒരു പാവയെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഇരുമ്പ് മനുഷ്യനെ കൊടുത്തു എന്നാണ് പറയുന്നത്. അതുപോലും ചളുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഇയാൾ ആലിംഗനം ചെയ്തിട്ട്. എന്തിനാണ് ഞാനിതിവിടെ പറഞ്ഞത്? അതുപോലുള്ള ആലിംഗനമാണ് 4 പെൻ്റക്കിളിൽ നിൽക്കുന്നത്. അതുപോലെ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുന്ന ഒരു പങ്കാളിയുണ്ട്. അത് പ്രണയമാണ്. പ്രണയത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ്. എന്നാൽ അസൂയ കലർന്ന പ്രണയമാണ്, ദുരാഗ്രഹമാണ്. ഇവരുടെ സമ്പത്തിനൊക്കെ ദുരാഗ്രഹമുണ്ട്, പക്ഷേ ഇവരെ സ്നേഹിക്കില്ല. 3 കപ്പാണ്, നന്നായി അഭിനയിക്കും. ഫോർവേഡാണ്, നന്നായി ഡ്രാമ കളിക്കും എന്നാണ് പറയുന്നത്. നാടകം, എല്ലാ നാടകമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അവരെന്താണെന്നുള്ളത് മാസ്ക് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വ്യക്തിയുടെ പങ്കാളിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയായിരിക്കാം. അത് കാരണം സ്വൈര്യമില്ലാത്ത ഒരാളാണ് ഈ പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പ്രണയത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ടുള്ള പ്രണയത്തിൽ ഒരു CCTV വെച്ച പോലെയാണ് അവരെപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നാലെയുണ്ട് ഒരു നിഴൽ പോലെ. അതാണ് ഡെത്ത് കാർഡും മജിഷ്യനും പറയുന്നത്. മായാജാലക്കാരൻ. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ മായാജാലക്കാരൻ. 2 പെൻ്റക്കിൾ എന്ന് പറഞ്ഞാൽ ജാലവിദ്യക്കാരൻ. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഷാഡോ പോലെ പിന്തുടരുക. അപ്പം നിങ്ങളുടെ പ്രണയത്തിനെ സ്വൈര്യം കെടുത്താൻ വേണ്ടി ആരോ ഉണ്ട്. അത് കുടുംബത്തിലുള്ളവരാണോ, പങ്കാളി തന്നെയാണോ, ഓഫീസിലുള്ള ആരെങ്കിലുമാണോ, സുഹൃത്തുക്കളിൽ ആരെങ്കിലുമാണോ, അതോ നിസ്സാഹചര്യങ്ങളാണോ? 4 ഓഫ് പെൻ്റക്കിൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും പണമൊക്കെ കടം വാങ്ങിയിട്ടുണ്ട്. അവരത് ചോദിച്ച് സ്വൈര്യം കെടുത്തുക, അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേറെ എന്തെങ്കിലും ആവശ്യപ്പെടുക. നിങ്ങളുടെ പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കണം എന്നായിരിക്കാം. ആ വഴിക്കൊക്കെ പോവാലോ. അതുപോലെ ആവാം, സാഹചര്യങ്ങൾ എന്തുമാവാം. പങ്കാളിയാണോ സ്വൈര്യം കെടുത്തുന്നത്? അമ്മയോ അച്ഛനോ ആണോ? സുഹൃത്താണോ? ഓഫീസിലുള്ള വല്ലവരുമാണോ? സഹപ്രവർത്തകർ ആണോ? ഇനി പണം കടം കൊടുക്കാനുള്ള വാങ്ങിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് തരാത്ത ആരെങ്കിലുമാണോ? നിങ്ങളുടെ പ്രണയം ഇപ്പോൾ ഈ ഓൺ ആൻഡ് ഓഫ് ബന്ധമാക്കിയത് ആരാണ്? ഇവിടെ ലിയോ വന്നിട്ടുണ്ട്, സജിറ്റേറിയസ് വന്നിട്ടുണ്ട്. ഇവിടെ ഫയർ എലമെൻ്റാണ് വന്നിരിക്കുന്നത്. അത് പറയുന്നത് നിങ്ങളെ നശിപ്പിക്കാൻ ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ളതാണ്. ഇത് രണ്ടും പ്രണയത്തിൻ്റെ രാശികളാണ്. പ്രണയം തീ പോലുള്ളതാണ്. ടിൻ ഫ്ലെയിമിൻ്റെ ഒരു സ്പിരിച്വൽ ജേണി വേണമെങ്കിൽ പറയാം. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ല. കാരണം ചിങ്ങവും ധനും എന്ന് പറഞ്ഞാൽ ഏറ്റവും യോജിപ്പായ രാശികളാണ്. 2 പേരും പ്രണയത്തിനെ തരുന്നതാണ്. ചിങ്ങം ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ധനു പ്രണയത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. പ്രണയമുണ്ട്, ശക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് നേടാനുള്ള കഴിവുണ്ട്. നിങ്ങളത് കാണാതെ പോകരുത് എന്നാണ് പറയുന്നത്. 3ാമത്തെ വ്യക്തികൾ എന്തെങ്കിലും കാണിക്കട്ടെ, നിങ്ങളത് ശ്രദ്ധിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാതിരിക്കുക. ആരെങ്കിലുമൊക്കെ നെഗറ്റീവായി പറയുക, കാണിക്കുകയൊക്കെ ചെയ്താൽ അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക. മനസ്സിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ദോഷമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാനിരിക്കുന്നത് നടക്കാതെ പോവും. അതുകൊണ്ട് നിങ്ങൾ 2 പേരും ചേരേണ്ടവരാണ്. ചിങ്ങം ധനു രാശികളെ പോലെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ചേരേണ്ടവരാണ്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ സന്തോഷം, വിജയം, ചൈതന്യം ഇതെല്ലാം ഉണ്ടാവണം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഇത് 3ഉം ചേർന്നവരാണ് നിങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടേത് മറ്റുള്ളവരെ കാണിച്ചു കൂട്ടാനുള്ളൊരു ബന്ധമല്ല, വെറുതെ ഒരു ടൈം പാസിനുള്ള ബന്ധമല്ല, ഒരാളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ബന്ധമല്ല. അതിനാണ് സന്തോഷം എന്ന് പറയുന്നത്. ആരുടെയും സന്തോഷം കെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ചൈതന്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്പിരിച്വലായിട്ടുള്ള ഒരു കണ്ടുമുട്ടലും അതുപോലുള്ളൊരു യാത്രയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിങ്ങം ധനു സംയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്പിരിച്വലായ ജേണിയാണ്. ടിൻ ഫ്ലെയിം ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്.
ഒരാളെ വേദനിപ്പിച്ച് എനിക്ക് നേടണം എന്നുള്ള മെൻറ്റാലിറ്റി ഉള്ളവർക്കാണ് ദൈവാനുഗ്രഹം ഇല്ലാതിരിക്കുക. ഇവിടെ അങ്ങനെയല്ല. ആരെയും വേദനിപ്പിക്കേണ്ട, ഞങ്ങളെങ്ങനെയോ അടുത്തുപോയി, ഞങ്ങൾ ഈ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ വേറൊരാൾക്കത് തടസ്സമോ ഇഷ്ടക്കേടോ ആണെങ്കിൽ നമ്മളതിലില്ല, മുന്നോട്ടില്ല. രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്നു. അതിനാണ് ഞാൻ പറഞ്ഞ സജിറ്റേറിയസ് ലിയോ സംയോഗമാണെന്ന്. രണ്ടുപേരും വേറൊരാളെ വേദനിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഇവിടെ ദൈവചിഹ്നങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിലും ക്യാപ്രിക്കോൺ നിറഞ്ഞൊഴുകുന്നുണ്ട് ഇവിടെ. അത് ഡെവിൾ എനർജിയാണ്. അതാണ് ഞാൻ ഈ തേർഡ് പാർട്ടി നെഗറ്റീവ് ചിന്തയുള്ള ആളാണ് എന്ന് പറയാൻ കാരണം. നിങ്ങൾ രണ്ടുപേരും ചേരേണ്ടവരാണ്. ഒരാളെ വേദനിപ്പിക്കാതെ തന്നെ പ്രണയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എത്ര വേദനിച്ചാലും കരഞ്ഞാലും വേറൊരാളെ അത് ബാധിക്കരുത് എന്ന് ചിന്തിക്കുന്നവരാണ്. സ്വയം അവനവൻ ഏറ്റെടുക്കുന്നവരാണ്. ദുഃഖമായാലും സന്തോഷമായാലും നമ്മൾ അതനുഭവിക്കാൻ യോഗമുള്ളവരാണ് എന്ന ഒരു ചിന്താരീതിക്കാരാണ്. അല്ലാതെ വേറൊരാൾ കാരണം ഞാനിത് അനുഭവിക്കുന്നു അങ്ങനെയൊന്നും നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കില്ല. ഒരു ഡിവൈൻ ബന്ധമാവുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. ആസുരമായ കർമ്മയാണ് എങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടായാലും എനിക്ക് നേടണം എന്ന് ചിന്തിക്കും. ഇവിടെ കർമ്മ വന്നിട്ടുണ്ട്. കർമ്മ ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളികളായിരിക്കാം, കർമ്മം കൊണ്ട് അവർ പങ്കാളിയായതായിരിക്കാം. പക്ഷെ അവർക്ക് എപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഒരു രസമാണ് എന്നാണ്. ഈ കർമ്മ ഡെവിളാണല്ലോ. ഇനി ജലരാശിയുമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ മംഗള ജലരാശിയായിട്ട് ചേരൂ. തീയും വെള്ളവും അതുപോലുള്ള എനർജിയാണ്. ഇനി നന്നായി എടുക്കുകയാണെങ്കിൽ തീയും വെള്ളം പോലെ ഒന്നിലേക്ക് അങ്ങ് ലയിക്കും. അതുപോലെയാണ്. അത് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യമാണെങ്കിൽ ഇവിടെ നമുക്ക് സ്കോർപിയോ വന്നിട്ടുണ്ട്. സ്കോർപിയോ വന്നാൽ അതിൽ വിഷം കലക്കുക. ആ വെള്ളത്തിൽ വിഷം കലക്കുക എന്താ ഉണ്ടാവുക? അത് ഉപയോഗിക്കുന്നവരങ്ങ് ഇല്ലാതാവും. അതുപോലെ ഈ ക്യാപ്രിക്കോൺ എനർജി നിങ്ങളെ നന്നായി സ്വൈര്യം കെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ അതൊരു സാഹചര്യമാവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ആവാം, പങ്കാളിയാവാം, ഓഫീസിലെ ആരെങ്കിലും ആവാം, അതുമല്ലെങ്കിൽ ചുറ്റുമുള്ള ആരെങ്കിലും ആവാം. അപ്പോൾ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ മൈൻഡ് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുക. അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരാളുടെ വാക്കുകൊണ്ട് ഒരു കുടുംബം തന്നെ തകരാനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. നുണയായിരിക്കേ പറയുന്നുണ്ടാവുക. നുണ പറയുന്ന ആളാണ് ഈ 3 കപ്പിൽ നിൽക്കുന്നത്. 4 പെൻറ്റക്കലിൽ നിൽക്കുന്ന ദുരാഗ്രഹമുള്ള ആളാണ്. ഈ 2ലും ക്യാപ്രിക്കോൺ എനർജിയാണ് നിൽക്കുന്നത്. 3 കപ്പിലാണെങ്കിൽ പ്രണയമാണ്. ഈ പ്രണയത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ പോലെ പങ്കാളിയാവാം, മറ്റുള്ളവരാവാം. വെള്ളവും തീയും എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ചേരും എന്ന് നമുക്ക് വിചാരിക്കാം. അത് നിങ്ങൾ രണ്ടുപേരാണ്. പക്ഷെ അതിൽ വിഷം കലക്കിയാലോ എന്താ ഉണ്ടാവുക? നെഗറ്റീവ് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനെ ബാധിക്കൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. അത് ബാധിച്ച ആളാണ് കിങ് വാർഡിൽ നിൽക്കുന്നത് രാമൻ. ഞാൻ പറയാറില്ലേ, മേഷരാശിയിലെ രാമനാണ് അവിടെ വന്നിരിക്കുന്നത്. ആ രാമൻ എന്താ അനുഭവിച്ചത്? ഭാര്യയെ നേടിക്കൊണ്ടുവന്നപ്പോൾ ഏതോ ഒരു അലക്കുകാരനാണ് പറയുന്നത്. സീത 1 കൊല്ലം രാവണൻ്റെ അടുത്ത് ഇരുന്നതാണ്. അവിടെ പതിവ്രതയായിരിക്കുമോ? രാവണനെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ലെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അതോടുകൂടി കിരീടം തെറിച്ചു പോയി. സിംഹാസനം നഷ്ടമായ അവസ്ഥയിലാണ് രാമൻ ഇരുന്നത്. ആ സിംഹാസനം വേണമെങ്കിൽ ഭാര്യ അങ്ങ് കൊല്ലണം. നിറഗർഭിണി കൊണ്ടേ കാട്ടിലങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ വേറൊരാളുടെ വാക്കിന് വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് അത് ചെയ്തത്. അതുപോലെയാണ് ഇന്നത്തെ സമൂഹം. ചുറ്റും ഇതുപോലുള്ള അലക്കുകാരന്മാരുണ്ടാവും. അതൊരു പ്രത്യേക സമുദായത്തിനെ അല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഞാൻ കുലം എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ നന്മ തിന്മകളെയാണ്. ദുഷിച്ച സ്വഭാവമുള്ള എല്ലാവരും ഹീനകുലത്തിൽ മാത്രമാണ് ഉണ്ടാവുക. അത് സവർണരായി ജനിച്ചതുകൊണ്ട് കാര്യമില്ല. ബ്രഹ്മം അറിഞ്ഞവൻ ബ്രാഹ്മണനാണ്. നിങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അസൂയയും കുശുമ്പും മറ്റുള്ളവരെ നശിപ്പിക്കുന്നതുമാണെങ്കിൽ ആ ബ്രാഹ്മണ്യത്തിന് വല്ല വാല്യൂ ഉണ്ടോ? അപ്പോൾ അവർക്ക് ഭഗവാൻ ഇടുന്ന പേരാണ് ചണ്ടാലൻ എന്ന്. അതുപോലുള്ള ഒരു വ്യക്തിയാണ് രാമനെ തകർത്തത്. അതുപോലെ നിങ്ങളുടെ പ്രണയത്തിനെ തകർക്കാൻ ആർക്കും സാധിക്കും. അത് ചുറ്റിനുമുള്ളവരായിരിക്കാം, നമ്മൾ അതുവരെ മൈൻഡ് ചെയ്യാത്ത ഒരാളായിരിക്കാം, നമ്മളോട് പകയുള്ള ആളായിരിക്കാം, നമ്മുടെ പങ്കാളി തന്നെ ആയിരിക്കാം. കുടുംബത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വിഷസർപ്പങ്ങളുണ്ട്. അതിനാണ് ഞാൻ സ്കോർപിയോ എന്ന് എടുത്തു പറയാൻ കാരണം. സ്കോർപിയോ എന്ന് പറഞ്ഞാൽ വിഷമാണ്, ജലത്തിലെ വിഷമാണ്. അപ്പോൾ അതിനനുബന്ധമായിട്ടാണ് നമുക്ക് ആർടെമിസ് വന്നിരിക്കുന്നത്. ഓറിയോണിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. ഓറിയോൺ എന്ന് പറഞ്ഞാൽ ആർടെമിസിനെ നന്നായി പ്രണയിച്ചിരുന്ന ആളാണ്. അവർ രണ്ടുപേരും പ്രണയിക്കുന്നത് ഇഷ്ടമില്ലാത്ത സ്കോർപിയോ വന്നിട്ട് ഓറിയോണിനെ അകറ്റാൻ ശ്രമിച്ചു. ഇത് വന്നത് ഒരു തേളിൻ്റെ രൂപത്തിലാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഇയാളെ അകറ്റി കൊണ്ടുപോയിട്ട് സമുദ്രത്തിലേക്ക് വീഴ്ത്തി എന്ന് പറയുന്നത്. അവിടെ അയാൾക്ക് എന്തോ ദൗർബല്യമുണ്ട്. വെള്ളത്തിൽ അയാൾക്ക് എനർജി ഉണ്ടാവില്ല എന്നോ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് അയാൾക്ക്. അവിടെ വെച്ച് ഈ തേൾ അയാളെ കൊല്ലുകയാണ്. 2 പേരിൽ ഒരാളെ കൊല്ലുകയാണ്. ഇത് മനസ്സിലാക്കിയ ആർടെമിസ് ഈ തേളിനെ കൊല്ലാൻ പോകുന്നതാണ് ഈ അമ്പും വില്ലും എടുത്ത ചിത്രം. അപ്പോൾ അത് തന്നെയല്ലേ നമ്മുടെ കഥയിൽ വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ട്.
അതിനെ തൻ്റെ പങ്കാളി നഷ്ടമായിട്ട് അതിനെ ഫോളോ ചെയ്യുന്ന ആളാണ് ഇവിടുത്തെ ആർട്ടിമിസ്. പക്ഷെ അതുപോലെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? നമ്മുടെ പ്രണയം നഷ്ടമായിട്ട് അവരുടെ പുറകെ പോയി പ്രതികാരം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അതിനു മുമ്പേ നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് പറയുന്നത്. പങ്കാളിയാവാം, മറ്റുള്ള ഭാഗത്തു നിന്നാവാം, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ പ്രണയത്തിനെ അകറ്റാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മൈൻഡ് ചെയ്യരുത് എന്നാണ്. കാരണം നിങ്ങൾ ചേരേണ്ടവരാണ്. ഈ വെള്ളത്തിൽ വിഷം കലർത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുമായി ഇടപഴകുന്ന മുഖംമൂടി വെച്ച ഒരു വ്യക്തി നിങ്ങളെ അകറ്റാൻ അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് ബന്ധമായി മാറുന്നത്. പങ്കാളിയാണെങ്കിൽ അങ്ങനെയാണ്, അവരെ കണ്ണ് വെട്ടിച്ചിട്ട് വേണം നിങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാൻ. ഇനി വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതുപോലെ തന്നെ വേണ്ടി വരും. ഇനി മറ്റ് ഭാഗത്തു നിന്നാണെങ്കിൽ നിങ്ങൾ നേർക്ക് നേരെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് നോക്കാൻ പോലും ധൈര്യപ്പെടില്ല. കാരണം ഇവിടെ ഒരു സ്കോർപ്പിയോ നിൽക്കുന്നുണ്ടല്ലോ. എവിടെ വെച്ചാണ് നിങ്ങളെ പിടിക്കേണ്ടത്, എവിടെ വെച്ചാണ് നിങ്ങളെ അപമാനിക്കേണ്ടത് എന്നാണ് ഇവരുടെ ചിന്ത. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല നമ്മൾ ജനിച്ചിരിക്കുന്നത്, വളരുന്നത്, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നത്, പങ്കാളി സ്വീകരിക്കുന്നത്, പ്രസവിക്കുന്നത്, കുട്ടികളുടെ രക്ഷിതാക്കളാവുന്നത് ഒന്നും നമ്മുടെ തീരുമാനമല്ല. ഇത് വേറെ ആരുടെ കയ്യിലെ കളിപ്പാവകളാണ് നമ്മൾ. അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു ഇഷ്ടം തോന്നുന്നത്. അതും ഈ വ്യക്തിയുടെ തന്നെ തീരുമാനമാണ്. ഒരാളെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അവരുമായൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിൽ അപമാനമോ സന്തോഷമോ ഉണ്ടാവുന്നു. ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളിങ്ങനെ മറ്റൊരാളെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾ വ്യക്തികളാണ്. നിങ്ങളുടെ തീരുമാനങ്ങളെ എതിർക്കുന്നവരെ അങ്ങ് അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. അല്ലാതെ അവരെ പേടിച്ച് കഴിയാനല്ല പറയുന്നത്. ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ബന്ധമായിട്ട് ഇരിക്കേണ്ട എന്നാണ് പറയുന്നത്. ഡെത്ത് കാർഡ് പറയുന്നത് അത് ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കൂ എന്നാണ്. നിങ്ങളുടെ ദുസ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ വ്യക്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, 3 കപ്പ് ഫോർവാർഡും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ 3 കപ്പ് നുണ പറയുന്നു, ഫോർവാർഡ് അഭിനയിക്കുന്നു. 2 പെൻറ്റക്കിളും ഫോർവാർഡും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ മുഖം മൂടി വെച്ച ആളാണ്, പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുന്ന ആളാണ്, കുടുംബം തകർക്കാൻ നിൽക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ജാലവിദ്യക്കാരൻ, ജഗ്ലിംഗ് ആണ്, തരികട ധാരാളമുള്ള ആളാണ്. തരികട തന്നെയാണ് ഫോർവാർഡിൽ നിൽക്കുന്നത്. ഇനി ഫോർവാർഡിൽ നിൽക്കുന്നത് അടിത്തറുള്ളൊരു ബന്ധമാണ്. ആ ബന്ധത്തിനെ തകർക്കാൻ എന്ത് തരികട വേണമെങ്കിൽ ഈ മൂന്നാമത്തെ വ്യക്തി കാണിക്കും. ഇനി ഡെത്ത് കാർഡ് പറയുന്നു അതിനെ അങ്ങ് ഉപേക്ഷിക്കുന്നു, എന്നിട്ട് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. ഈ കുളങ്കലയ്ക്ക് മീൻ പിടിക്കുന്ന ആളെ അങ്ങ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോവുക. ഇനി 3 കപ്പ് പറയുന്നു നല്ലതുപോലെ അഭിനയിക്കാൻ അറിയും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളാണ്. ഇനി സണ്ണ് പറയുന്നു, സ്കോർപ്പിയോ എന്ന് പറഞ്ഞാൽ ഇരുട്ടാണെങ്കിൽ സൺ എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്, അത് മനസ്സിലാക്കുക. മജീഷ്യൻ പറയുന്നു മായാജാലങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഇനി പ്രപഞ്ചത്തിൻ്റെ മെസ്സേജ് ആണെങ്കിൽ നിങ്ങൾക്കൊരു മിറാക്കിൾ സംഭവിക്കും, ഒരു അത്ഭുതം സംഭവിക്കും, ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നതാണ്. ഏസ് ഓഫ് പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നോ അത് സഫലമാവുമെന്നാണ്. 4 പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ദുരാഗ്രഹം കാണിക്കുന്ന, നിങ്ങളെ ഇങ്ങനെ ജീവനെടുത്ത് സ്നേഹിക്കുന്നതായി അഭിനയിക്കുന്ന ആ വ്യക്തിയെ അങ്ങ് കളയാനാണ് പറയുന്നത്. മജീഷ്യൻ പറഞ്ഞു അവിടെ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന്. കിങ് വാർഡ് എന്ന് പറഞ്ഞാൽ നല്ലതുമാവാം അല്ലെങ്കിൽ നെഗറ്റീവും ആവാം. ഞാൻ പറഞ്ഞു രാമനെ ഇവിടെ കൊണ്ടുവന്നത് കാരണം കിങ് വാർഡ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയായിരിക്കാം, നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, അവർ നല്ലതാണ് എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ആരോപണങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രണയം എൻഡാക്കരുത് എന്നാണ് ഇന്ന് പറയാനുള്ളത്. ഇവിടെ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ചുറ്റിനും ഇരിക്കുന്ന പ്ലാനറ്റുകളും രാശികളും നോക്കിയാണ് ഓരോ കാർഡും നമ്മൾ വിലയിരുത്തുന്നത്. ഇവിടെ കിങ് വാർഡ് പറയുന്നു സ്നേഹവാനായ ഭർത്താവാണ് അല്ലെങ്കിൽ കാമുകനാണ്, പക്ഷേ നിങ്ങളെ ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം ഈ തേർഡ് പാർട്ടിയാണെന്നാണ്. അതങ്ങ് ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത്. തേർഡ് പാർട്ടിയെ കിങ് വാർഡിൽ നിൽക്കുന്ന മംഗള മാത്രമല്ല, മംഗളുടെ കൂടെ മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ട്. അക്യൂറിയസ്, മനസ്സിനെ വിഷലിപ്തമാക്കാൻ പോകുന്ന ഒരു അക്യൂറിയസ് കൂടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. മൂന്നാമത്തെ വ്യക്തികളെ അകറ്റി നിർത്തുക. നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ വരുന്നത്. ഡെത്ത് കാർഡ് തരുന്ന സന്ദേശം പുനർജന്മമാണ്. നിങ്ങൾ അപ്രതീക്ഷിത മാറ്റങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. കാരണം ഇത് സണ്ണും കൂടിയാണ് കുട്ടി വായിക്കുന്നത്. ഹീലിയോസും ഹേഡിസും കൂടി നിന്ന് കഴിഞ്ഞാൽ ഹേഡിസിൻ്റെ ഒരു പെരുപ്പും വീടോ വേവാൻ പോകുന്നില്ല, ഹീലിയോസ് അത് തകർക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരല്ല, മറ്റുള്ളവർ വേദനിക്കരുത് എന്നുകൂടി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉള്ളത്. സാധ്യതകളെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനുള്ള നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവ് ഉപയോഗപ്പെടുത്തൂ എന്നാണ് വിർഗോയിൽ നിൽക്കുന്ന ഹെർമിസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിവ് കെട്ടവരല്ല, നിങ്ങൾക്ക് എല്ലാറ്റിനും ആന്തരികമായിട്ടുള്ളൊരു പവർ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടേത് ഇൻറ്റേർണൽ ലവാണ്, അതാർക്കും തകർക്കാൻ കഴിയില്ല, ബാഹ്യമായത് തകർക്കാൻ കഴിയും. നിങ്ങളൊരു ഫിസിക്കൽ ബന്ധം മാത്രം ഉദ്ദേശിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മറ്റുള്ളവർക്ക് തകർക്കാൻ കഴിയും. പക്ഷെ നിങ്ങളുടെ ആത്മബന്ധം ആർക്കെങ്കിലും തകർക്കാൻ കഴിയുമോ? ഇല്ല. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്.
അപ്പം നിങ്ങൾക്ക് മുന്നിൽ വരുന്ന അവസരങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റൂ. അതിനെങ്ങനെ തള്ളിക്കളയാതിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി എന്നുകൂടി ഇവിടെ ഈ സന്ദേശം പറയുന്നുണ്ട്. ഇവിടെ ഓണാനോ ബന്ധമായി മാറുന്നത് ഞാൻ പറഞ്ഞതുപോലെ ബ്രാഹ്മണൻ ഒരു അറവശാലയിൽ പോയ പോലെ ഇവിടെ നിൽക്കുന്നത് ജൂണോ ആണ്. ജൂണോ നിൽക്കുന്നതാണെങ്കിൽ കാപ്രിക്കോൺ രാശിയിലാണ്. ദേവനും അസുരനും കൂടി വേണമെങ്കിൽ നമുക്കത് പറയാം. അതുപോലെയാണ് ഓടാനോ ബന്ധമായി മാറുന്നത്. ചില സമയത്ത് അവസരങ്ങൾ നിരാശയിലേക്ക് കൊണ്ടുപോകുന്നത്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ടതെന്നാണ് ലിയോ സജിറ്റേറിയസ് പറയുന്നത്. നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതെല്ലാ കാര്യത്തിലും, പ്രണയത്തിൽ മാത്രമല്ല. അതാണ് ഈ കാപ്രിക്കോണിലെ ജൂണോ പറയുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു ലൂണയുടെ രാശിയായ കാർക്കിനോസിലാണ് നമ്മുടെ ഹെർമിസ് വന്ന് നിൽക്കുന്നത്. ഹെർമിസിന് കണ്ണെടുത്താൽ കണ്ടുകൂടാ ലൂണോയെ. ലൂണോയ്ക്ക് ഇഷ്ടമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇഷ്ടമില്ലാത്ത ഹെർമിസ് അവനവന് കഴിയുന്നത്ര ലൂണോയെ ദ്രോഹിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളെ ദ്രോഹിക്കും, നുണ പറയും, അഭിനയിക്കും. നിങ്ങൾക്ക് എവിടെയൊക്കെ കുഴി തോണ്ടാൻ പറ്റും അതൊക്കെ ചെയ്യും. മിഥ്യാധാരണകൾ ഉണ്ടാക്കും, ഗോസിപ്പ് കൊണ്ട് ഓടി നടക്കും. കാരണം ഇത് സന്ദേശവാഹകനാണ്. സന്ദേശവാഹകന് ഈ സന്ദേശം പരത്താലോ. അതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പരത്തി നടക്കും. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ലൂണ ഹൃദയശുദ്ധിയുള്ള ആളായതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം വരും, സെലിബ്രേഷനുകൾ വരും, സമൃദ്ധി വരും, സൗഹൃദങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലൊരു സുഹൃത്തല്ല, നല്ല സുഹൃത്തുക്കളും ഉണ്ടാവുമല്ലോ. എല്ലാവരും നുണ പറയുന്ന പറ്റിക്കുന്ന ആളുകളായിരിക്കില്ലല്ലോ. അപ്പം നമ്മുടെ ഹൃദയം വിശുദ്ധമാണെങ്കിൽ വരുന്നവരും അതുപോലുള്ള ആളുകളായിരിക്കും. അത്തരം ആളുകളെ മാത്രമാണ് പ്രപഞ്ചം നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് നമ്മൾ നന്നായിരിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. നല്ലതാണെന്ന് പറഞ്ഞു എങ്കിലും വീണ്ടും വീണ്ടും ഹൃദയത്തിനെ പരിശുദ്ധമാക്കാൻ ശ്രമിക്കുക. അവിടെ കളങ്കങ്ങളും കള്ളത്തരങ്ങളും മറ്റൊരാളെ ചതിക്കണമെന്ന ചിന്തയും ഇല്ലാതിരിക്കുക. അത് ലൂണയ്ക്ക് ഒട്ടും തന്നെ ഇല്ല. ഡിമീറ്ററിന് കഷ്ടകാലമാണ്. അവനവന് പറ്റാത്തൊരിടത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 3 കപ്പിൽ ഇങ്ങനെ നെഗറ്റീവായ അനുഭവങ്ങൾ വരുന്നത്. ഇനി നമ്മുടെ ഹീലിയോസ്, ഡിമീറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, കാപ്രിക്കോൺ രാശിയിലാണ് നിൽക്കുന്നതെന്ന്. ഇനി ഹീലിയോസ് കാപ്രിക്കോൺ രാശിയിൽ വന്നു കഴിഞ്ഞാൽ നഷ്ടത്തെക്കുറിച്ചുള്ള ഭയം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പങ്കാളി നഷ്ടപ്പെടുമെന്ന് ചിന്ത ഉണ്ട്, അവർക്കും നിങ്ങളെ നഷ്ടമാവോ എന്ന ചിന്ത ഉണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഹീലിയോസാണ്. മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്നാണ്. അമിതമായ ഉത്കണ്ഠ ഉണ്ടാവും, കുറച്ച് സാമ്പത്തിക ദാരിദ്ര്യം ഉണ്ടാവും ഈ സമയത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭയവും നഷ്ടവും ഖേദവും ഒക്കെ ഉണ്ട്. അപ്പോൾ ചില കാർഡുകൾ അങ്ങനെ പറയുമ്പോൾ അത് തന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റൂ. ഇവിടെ നഷ്ടത്തെക്കുറിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അകലേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ട്. നിങ്ങളാരെയും ചോദിച്ചിട്ടല്ല, നിങ്ങളെ ചോദിക്കാൻ ഇവിടെ ഒരാളുണ്ടല്ലോ, അവർ കാരണം ഞങ്ങൾ അകലേണ്ടി വരുമെന്ന് തോന്നുമല്ലോ. അങ്ങനെ രണ്ടുപേരും ചിന്തിക്കുന്നു എന്നാണ് കാപ്രിക്കോണിൽ നിൽക്കുന്ന ഹീലിയോസ് പറയുന്നത്. ഓരോ രാശിയിലേക്ക് ഓരോ പ്ലാനറ്റുകൾ മാറുമ്പോഴാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നത്. ഈ ഗാലക്സിയിലുള്ള എനർജികൾ മുഴുവൻ നിങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്നത്തെ അനുഭവങ്ങളായിട്ട് ഇവിടെ പറയുന്നത്. ഒരു വാക്കേ പറയാനുള്ളൂ. ഓറിയോണിനെ നഷ്ടമായിട്ട് ആർടെമിസ് പ്രതികാരം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് നഷ്ടമായ ശേഷം പ്രതികാരം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിവേകശൂന്യത വരരുത്. നിങ്ങൾ മറ്റൊരാൾ വേദനിക്കുകയോ എന്ന് പറഞ്ഞ് പങ്കാളിയെ വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം എവിടുന്നെങ്കിലും വരികയല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്. നിങ്ങൾ ചേരേണ്ടവരാണ്. രണ്ടുപേരും ഒരു ഡിവൈൻ കണക്ഷനാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കൂ. തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കൂ. ഡെത്ത് കാർഡ് അതാ പറയുന്നത്. ദുസ്വഭാവങ്ങളെ അങ്ങ് ഉപേക്ഷിക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന, ട്രോമ തരുന്ന ഒരാളുണ്ടെങ്കിൽ അതങ്ങ് വലിച്ചെറിയുക. അതൊരു ചിന്തയായിരിക്കാം, ഒരു കാര്യമായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, എന്തുമാവാം. അതെന്തായാലും പിറകോട്ട് എറിയാനാണ് പറയുന്നത്. എന്നിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലാണ് ഏസ് ഓഫ് പെൻ്റക്കിൾ വരിക. നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു അത് ഞാൻ സഫലമാക്കി തരാമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക. മേ ബി എന്നുള്ളതാണ് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലിബ്ര അതാണ് പറയുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഈ ലിബ്രയിൽ നിൽക്കുന്നതാണെങ്കിൽ ക്രോണസാണ്. ക്രോണസ് അങ്ങനെയേ ചിന്തിപ്പിക്കൂ. അത് ചിന്തിക്കാൻ പാടില്ല. ഇനി വന്നിരിക്കുന്നു ആർടെമിസിൻ്റെ അല്ലെങ്കിൽ പുറകെ നടന്ന് വേട്ടയാടുന്ന ഒരാളുടെ ചിത്രം. അത് നമുക്കിവിടെ രുദ്രനാണ് എന്ന് വിചാരിക്കാം. നിങ്ങളുടെ ശത്രുവിനെ അദ്ദേഹം ഇല്ലാതാക്കി തരും. നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ അവരങ്ങ് ഇല്ലായ്മ ചെയ്യും എന്ന് മാത്രം വിചാരിച്ച് മുന്നോട്ട് പോവുക. എല്ലാ സ്വപ്നങ്ങളും സഫലമാക്കി തരാമെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് പോസിറ്റീവായ റീഡിങ്. ഇനി നെഗറ്റീവ് അനുഭവങ്ങൾ പറഞ്ഞേ പറ്റൂ. 2 വാണ്ട് മുഖം മൂടി വെച്ച മാസ്ക് വെച്ച ഒരാളായിരുന്നു, അഭിനയിക്കുകയായിരുന്നു. 4 വാണ്ട് ഡ്രാമ കളിക്കുകയായിരുന്നു. ഡെത്ത് അതങ്ങ് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്. അയാൾ മുന്നോട്ട് പോയി. 3 കപ്പ് നല്ലതുപോലെ നുണ പറഞ്ഞു. തേർഡ് പാർട്ടീൻ്റെ 4 ഓഫ് പെൻ്റക്കിൾ
ദുരാഗ്രഹമുണ്ടായിരുന്നു, നിങ്ങളിൽ നിന്ന് കുറച്ച് പണമൊക്കെ ഊറ്റിയിട്ടുണ്ട്. സണ്ണ്, ഒന്നിലധികം പ്രണയങ്ങൾ അല്ലെങ്കിൽ ശാരീരിക ബന്ധങ്ങൾ. കിങ് വാർഡ്, ഭയങ്കര തണ്ടുള്ള ആളാണ്, അന്തർമുഖനാണ്. മജിഷ്യൻ, മായാജാലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. മജിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു കല്ലിനെ മുട്ടായി ആക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുവിനെ വേറെന്തെങ്കിലും ആക്കുന്ന ഒരാളാണ്. അത് ആ സമയം കഴിഞ്ഞാൽ യഥാർത്ഥ രൂപത്തിൽ കാണും നിങ്ങൾ. അതുപോലെ നിങ്ങൾ എന്തൊക്കെ കണ്ടു, ഇപ്പോൾ യഥാർത്ഥ സ്വഭാവം കാണുന്നു, അത്രയേ ഉള്ളൂ. ലിബ്രയാണ്, നിങ്ങൾക്ക് എപ്പോഴും സംശയം തീരുന്നില്ല. ആർടെമിസാണ്, നിങ്ങളിങ്ങനെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. ഇത്രയൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ വന്നാൽ ഡീറ്റെയിൽ തരും, അത് വായിക്കുക, ക്യാഷ് അടയ്ക്കുക, അതിനുശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യുക, കാര്യങ്ങൾ പറയുക. പരിഹാരം കൂടി ചെയ്തു തരുന്നുണ്ട്. ഇൻസ്റ്റയിൽ നിന്ന് വരുന്നവർക്ക് ഒരു ഓഫറുണ്ട്. അതിൽ നിന്നാണ് വരുന്നതെങ്കിൽ എന്നോട് പറയണം ഇൻസ്റ്റയിൽ നിന്നാണ് വരുന്നതെന്ന്. എന്നാൽ യൂട്യൂബ് കാണുന്ന പഴയ ആളുകളൊന്നും അത് പറയരുത്. അവർക്ക് ഞാനൊരു ഓഫർ കൊടുക്കുന്നത് വീണ്ടും അവർ വരാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. ദയവായി ഇവിടുന്ന് വരുന്നവരെ അങ്ങനെ കള്ളം പറയാതിരിക്കുക. കാരണം ജ്യോതിഷം നോക്കുമ്പോൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യവും കള്ളമായിട്ട് മാത്രമേ അവിടെ കേൾക്കുള്ളൂ. ഞാനല്ലല്ലോ കാർഡ് തരുന്ന ആൾ, പ്രപഞ്ചമല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു ഭാഗത്തും കള്ളം പറയാതെ മാത്രം റീഡിങ് എടുക്കുക. നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ മെസ്സേജാണ് വേണ്ടതെങ്കിൽ ടാരോയിൽ കാണുന്നത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരോടൊക്കെ അങ്ങനെയൊക്കെ പറയാം. എന്നോടത് പറയരുത്. ഞാൻ പറയാറുണ്ട് പവർഫുൾ എനർജിയാണ് ഇവിടെ വരുന്നതെന്ന്. ഇനി നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഞാൻ വീണ്ടും മന്ത്രങ്ങൾ തരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ സ്വൈരക്കേടുകൾ കുറേ തീരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയാണ്. സെപ്പറേഷൻ വന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്നാൽ അത് വീണ്ടും യോജിച്ചു എന്നാണ് പറയുന്നത്. സെപ്പറേഷൻ ആയവരെ റീയൂണിയനായി, അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. സെപ്പറേഷൻ്റെ കൂടെ തന്നെ രാമനും സീതയും ഒന്നായതാണ് വന്നത്. തീർച്ചയായും അതിലെന്തോ ഒരു മെസ്സേജ് ഉണ്ട്. ഇതുവരെ വിരഹം അനുഭവിച്ചവർ ഇന്ന് ഒന്നാവാൻ പോകുന്നു എന്നാണ്. ഹോപ്പ്, നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങൾ കൈവിടാതെ കാത്തിരുന്നു, അപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്നു. അതാണ് ഇവിടെ നിമിത്തം കാണിക്കുന്നത്. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ വന്നിരിക്കുന്നു ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ. ഹീലിയോസും കാപ്രിക്കോണും കൂടി നിന്ന് കഴിഞ്ഞാൽ കുടൽ രോഗങ്ങൾ, വൊമിറ്റിങ്, ദഹന വ്യവസ്ഥയിലെ തകരാറുകൾ, ഫുഡ് അലർജി. ഇതാണ് കാർക്കിനോസിൻ ലൂണ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അമിത ആർത്തവം, മാനസിക വിഭ്രാന്തികൾ, ഇതൊക്കെയാണ് പറയുന്നത്. ഡിമീറ്റർ ഇൻ കാപ്രിക്കോൺ പറയുന്ന ആന്തരാവയവങ്ങളുടെ പ്രശ്നങ്ങളാണ്. അമിത മദ്യപാനം, കരൾ രോഗങ്ങൾ, വൃക്ക രോഗങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഉള്ളിലേക്ക് പിടിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മാനസിക രോഗം ഇവിടെ വന്നു, കരൾ രോഗം വന്നു, വൃക്കരോഗം വന്നു, ദഹന വ്യവസ്ഥയിലെ തകരാറുകൾ വന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കുക. തുലാത്തിൽ ക്രോണിസ് നിൽക്കുന്നത് കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്, ബ്ലോക്കൊക്കെ വരുന്നത്. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ജോലി നോക്കാം. കര, നാവിക, അഗ്നി, വായു സേനകൾ വന്നിട്ടുണ്ട്. സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്. അധ്യാപകർ വന്നിട്ടുണ്ട്. ഗോൾഡ് സ്മിത്ത്, ബാങ്ക്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ജ്വല്ലറി വ്യാപാരം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും. മാജിഷ്യൻ വന്നിട്ടുണ്ട്. വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. പുതിയ പ്രണയങ്ങൾ പറയുന്നുണ്ട്. പുതിയതെന്തും നിങ്ങൾ എന്താണോ സ്വപ്നം കാണുന്നത് അതെല്ലാം സഫലമാവുമെന്നാണല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ തന്നെ മനസ്സിൽ സൂക്ഷിക്കുക, അത് സഫലമാവുമെന്ന് ഇവിടെ ടാരോ കാർഡ് പറയുന്നുണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജിലേക്ക് പോയാലോ. ഫ്ലർട്ടാണ്, അതാണ് ഈ കാപ്രിക്കോൺ എനർജി വന്നാലുള്ള കുഴപ്പം. ആ വ്യക്തി നല്ലവനാണ് എന്ന് പറയുന്നുണ്ട്. ഹീലിയോസ്, ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നുണ്ട്. അതാണ് സ്കോർപ്പിയോൺ പറയുന്നത്. പോസിറ്റീവായിരിക്കൂ എന്നാണ് മൊത്തത്തിലുള്ള കാർഡുകൾ പറയുന്നത്. ഏസ് ഓഫ് പെൻഡക്കിൾ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ കളയാതിരിക്കുക. നിങ്ങളിങ്ങനെ സംശയിക്കുന്നുണ്ട്, അതിവിടെ 4 ഓഫ് പെൻഡക്കിൾ പറയുന്നു. ഇനി നിങ്ങളുടെ പങ്കാളി അമിതമായി നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് ചില ആളുകൾ, അതും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും കൂടെ കൊണ്ട് നടക്കണം എന്നൊന്നും ആരും പറയുന്നില്ല. ഒരു ജീവിതമേ ഉള്ളൂ. എല്ലാപ്പോഴും മറ്റുള്ളവർക്ക് ടോർച്ചർ ചെയ്യാനാണോ നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ്. പക്ഷേ നമ്മുടെ ഇഷ്ടമല്ല, നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം മറ്റൊരാളുടെ ഇഷ്ടമാണ്. അതുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനത്തെ മെസ്സേജിലേക്ക് പോവാം. ഇത് പൊതുവേ നല്ല മെസ്സേജുകളാണ് കിട്ടിയത്. ലവ് യു എന്നാണ് പറയുന്നത്. ഹീലിയോസിന് അത് മാത്രമേ പറയാനുള്ളൂ. സജിറ്റേറിയസ് ലിയോ സംഗമമാണ് എന്നിവിടെ വന്നിരിക്കുന്നത്. പ്രണയവും ശക്തിയും കൂടിയാണ് ചേർന്നിരിക്കുന്നത്. ഡിറ്റാച്ച്മെൻറ്റ്, ചില ആളുകൾ അകന്നു പോയിട്ടുണ്ട്. അപ്പോൾ പ്രണയം ശക്തിയും കൂടി കൂടിയാൽ എന്താണ്? പ്രണയം മാത്രമേ ഉള്ളൂ. ശക്തി ഇല്ലെങ്കിൽ ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? മറ്റുള്ളവരെ എതിർത്തിട്ട് വേണ്ടി വരും. ഇനി ശക്തിയുണ്ട്, പ്രണയം ഇല്ലെങ്കിലോ? പിടിച്ചു പറിച്ചോ ബലം പ്രയോഗിച്ചോ വേറൊരാളുടെ സ്നേഹം നമ്മൾക്ക് നേടാൻ കഴിയുമോ? ഇതാണ് ഈ രണ്ടർത്ഥം. അപ്പോൾ ശക്തിയുണ്ട്, പ്രണയം ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഡീപ്പായാണ് പ്രണയിക്കുന്നത് എന്നാണ്. അല്ലാതെ ജിം ബോഡിയുള്ള ഒരാളെ പ്രണയിക്കുന്നു എന്നല്ല. ആഴത്തിലുള്ള പ്രണയമാണ്.
ഇൻറ്റേർണൽ ലവ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര തീവ്രമായ തീക്ഷ്ണമായ അഗ്നി പോലുള്ള പ്രണയം എന്ന് വേണമെങ്കിൽ വേറൊരു ഉദാഹരണം പറയാം. ഇതിൽ നമ്മൾ പറയുന്ന പേരാണ് ടിൻ ഫ്ലെയിം എന്ന്. അപ്പോൾ ചില ആളുകൾ ടിൻ ഫ്ലെയിമാണ്. നിങ്ങളുടെ സ്പിരിച്വൽ ജേണി നിങ്ങളുടെ പ്രൈവറ്റ് റീഡിംഗ് എടുക്കുമ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. വേണമെങ്കിൽ എന്നെ സമീപിക്കുക. ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മന്ത്രം ചൊല്ലിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു ആൾ പോലും സബ് ചെയ്യാതെ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.